ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ പ്രത്യേകിച്ച് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫസ്റ്റത്തെ പാർട്ട്. പക്ഷേ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് കൂടുതൽ തന്നെ സമയം വേണ്ടി വന്നു കേട്ടോ. എല്ലാം നമ്മുടെ സാഹചര്യം കാരണം സംഭവിച്ചു പോയതാണ്. അങ്ങനെ മൂന്നാർ ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കൊളുക്കുമലയാണ് കേട്ടോ. നല്ലൊരു ജീപ്പ് ട്രക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു പ്ലേസിലേക്ക് എത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിൽ കാണുന്ന ഭംഗി അത് വേറെ തന്നെയാണ് അല്ലേ. അത് എത്ര തന്നെ വലിയ ക്യാമറയിൽ പകർത്തിയാലും, എത്ര ഫിൽറ്റർ ഇട്ട് വെളുപ്പിക്കാൻ നോക്കിയാലും, അതിന്റെ ഭംഗി കൂട്ടാൻ നോക്കിയാലും ആ ഒരു പ്രൗഢിയേക്കാൾ എത്രയോ മുകളിലാണല്ലേ നമ്മളെ കണ്ണിൽ കാണുന്ന ഓരോ കാഴ്ചകളും. ഈ ഒരു സെയിം കാര്യം തന്നെയാണ് കേട്ടോ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടൊക്കെ ഏറ്റവും നല്ലത് ഒരു വട്ടെങ്കിലും പോയി എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമല്ലേ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കാൻ രസമുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണല്ലോ. പിന്നെ ഈ ഒരു സ്ഥലത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഓരോ ഭംഗിയും ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇവിടെ വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അതിന്റെ ഒരു ഫീല് അത് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത്രയും ആൾക്കാർ തടിച്ചുകൂടി നിൽക്കുന്നത് എന്ത് കാണാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സൺറൈസ് കാണാനാണ് കേട്ടോ. സംഭവം ഇത്രയും വെളിച്ചം വന്നു എന്ന് വെച്ചിട്ട് ഇതുവരെ സൂര്യൻ ഉദിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ സൂര്യന്റെ ഓരോ ചലനങ്ങളും വീക്ഷിച്ചുകൊണ്ടാണ് കേട്ടോ ഓരോ ആളുകളും അവിടെ നിന്നിരുന്നത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നമ്മൾ തിരിച്ചിറങ്ങാം. അങ്ങനെ അവിടുത്തെ കലാപരിപാടികളൊക്കെ തീർത്ത് നമ്മൾ അങ്ങനെ തിരിച്ചു കേട്ടോ. നമ്മൾ പോയ അതേ ജീപ്പിൽ തന്നെയാണ് കേട്ടോ നമ്മളെ തിരിച്ചിറക്കുന്നതും. പിന്നെ ഇതിൽ വരുന്നൊരു വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴികളാണ് കേട്ടോ. നമ്മൾ പോയ വഴി വേറെയും വന്ന വഴി വേറെയുമാണ്. പുലർച്ചെ 3 മണിക്ക് കയറുകൊണ്ട് തന്നെ വഴിയൊന്നും മര്യാദക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകുമ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നമുക്ക് ട്രക്കിംഗ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല പോണ വഴി അത്യാവശ്യം മോശമായതുകൊണ്ട് തന്നെ ട്രക്കിങ്ങിന്റെ ഒരു ഫീല് അത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ ആ സ്ഥാനത്ത് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഈ പറഞ്ഞ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം ഒരു 20-25 മിനിറ്റ് കൊണ്ട് നമ്മളെ റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിലെത്തി കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നേരെ വിട്ടു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ഐറ്റംസ് ഇഡ്ഡലി, ദോശ, വട, പിന്നെ സാമ്പാറും ചട്നി ആയിരുന്നേ. ഈ ഒരു റൂമിന്റെ പാക്കേജിൽ ട്രക്കിങ്ങും ഫുഡും ഒക്കെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. എങ്ങനെയുണ്ടോ മുജിയെ ഫുഡ്? നമ്മളെ ടേസ്റ്റ് പോലെ തന്നെയാണോ? വ്യത്യാസമുണ്ട്. ഞാനൊന്ന് കഴിച്ചു നോക്കിയോട്ടെ ഏട്ടാ. ചെറിയൊരു വ്യത്യാസം അല്ലാണ്ട് വേറെ പ്രശ്നമില്ല. എനിക്ക് ചക്ക ഇഷ്ടായി, അമ്പാറിനെക്കാട്ടും ഇഷ്ടായി ചക്ക. നമ്മളിവിടുത്തെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സമയം കുറച്ചായിട്ടുണ്ട്. 11 മണി ആയിട്ടാ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒരു 9:30 ആവണതിന് മുന്നേ കഴിച്ച് അത് കഴിച്ചിട്ട് നേരെ പോയി ഒന്ന് കിടന്ന് ഉറങ്ങി. തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. രാത്രി ഉറങ്ങുമ്പോൾ തന്നെ ഒരു 12 മണിയായി. പിന്നെ 3:30 ആകുമ്പോൾ നമ്മൾ എണീറ്റിട്ട് ട്രക്കിങ്ങിന് പോയല്ലോ. അപ്പൊ അതുകൊണ്ട് ഉറക്കൊന്നും സെറ്റ് ആയില്ല. അപ്പോൾ അങ്ങനെ അടിപൊളിയായിരുന്നു. ഇവിടുന്ന് ഈ വ്യൂ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ്, ടെന്റ്, പിന്നെ അടിപൊളി കേട്ടോ. ഊഞ്ഞാലൊക്കെ ഇതൊക്കെ ഞാൻ വന്നിരുന്ന രാത്രി ആടിയിരുന്ന സാധനം. രാത്രി വന്ന് ഇരുന്ന് ആടും. പക്ഷെ നല്ല തണുപ്പും ആ തണുപ്പിൽ വന്നിരുന്നു ആടുമ്പോൾ ആ ഒരു അടിപൊളിയായിരുന്നു. ഇവിടെ ഇരുന്ന് കാണാം. നേരെ കാണുന്നത് ആ വ്യൂ ആണ്. നമ്മ അടിപൊളി നേരെ കാണുന്നത് ആ ഒരു വ്യൂ ആണ്. അതുകൊണ്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ പോവല്ലോ മഞ്ജു. അപ്പൊ അടുത്ത ഡെസ്റ്റിനേഷൻ കാണാം. ബൈ. അങ്ങനെ നമ്മള് മാട്ടുപ്പെട്ടി ഡാമൊക്കെ കഴിഞ്ഞു കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ മീൻസ് വട്ടവടാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ അങ്ങോട്ട് പോരുന്ന വഴിയിൽ വിശപ്പിന്റെ വിളി വന്നപ്പോൾ നമ്മള് ഒരു ചെറിയൊരു ഷോപ്പ് കണ്ടപ്പോൾ നിർത്തിയിട്ടോ. അപ്പം അങ്ങനെ ഫുഡ് അടിക്കാന്ന് വിചാരിച്ചു. ഇപ്പം ടൈം ഒരു 12:30-1 മണി ആ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വരാം. ആ ഒരെണ്ണം മേടിച്ചിട്ടുള്ളൂ.
അവിടെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹമായോണ്ടാണോ ഷെയർ ഇട്ട് കുടിക്കണെന്ന് വെച്ചിട്ട് ഞങ്ങളെ കുറെ കളിയാക്കി ഉണ്ടായിരുന്നേ. സംഭവം ഞാൻ 2 സിപ്പിൽ അവസാനിപ്പിക്കും, അതുകൊണ്ടാണ് കേട്ടോ ഒരെണ്ണം വാങ്ങി ഷെയർ ഇട്ടത്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഓർഡർ ചെയ്ത സാധനം എത്തിട്ടോ. ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, എഗ് ഇല്ലല്ലോ എന്നാണ്. പിന്നെ ആ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു സംഭവം വെജിറ്റബിൾ നൂഡിൽസ് ആണെന്നുള്ളത്. അങ്ങനെ മുട്ടയില്ല എന്നുള്ളൊരു വിഷമം മുഖത്ത് കാണിക്കാതെ അത് ഫുള്ള് കഴിച്ച ശേഷം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോയിട്ടോ. ഇത് വേറെ എവിടെയല്ല, നമ്മുടെ എക്കോ പോയിന്റ് ആണ്. ഇങ്ങോട്ടുള്ള എൻട്രൻസ് ഫീസ് വരുന്നത് ഒരാൾക്ക് 10 രൂപയാണ്. പെഡൽ ബോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 ആൾക്ക് 600, 2 ആൾക്ക് 400 എന്നുള്ള രീതിയിലാണ് കേട്ടോ. അത് മാത്രമല്ല പ്രൊഫഷണൽ ക്യാമറയും സ്റ്റിൽ ക്യാമറ ഒക്കെ നമ്മൾ കയറ്റണമെന്നുണ്ടെങ്കിൽ അതിനും എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട്. പൊതുവേ ഞങ്ങൾ പോയത് ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അത്ര കണ്ട് ഓവർ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു പ്ലേസിന്റെ ഭംഗിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അവിടെ ഒരാൾ നോക്കിയേ, വ്യൂ കണ്ടിക്കണ്. മുജിയെ എന്താണ്, സൂപ്പറാണ്. നല്ല വ്യൂ ഉണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇങ്ങനെ നല്ല വ്യൂ ഉണ്ട്. ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഒരാൾക്ക് 400 രൂപയാണ് ബോട്ടിങ്ങിന് വരുന്നത്. എൻട്രി ഫീസ് വരുന്നത് 10 രൂപയാണ്. അടിപൊളിയാണ് കണ്ടോ. കൊട്ടവഞ്ചി, കയാക്കിങ് എല്ലാം ഉണ്ട്. അടിപൊളിയാണ് കണ്ടോ. വ്യൂ ഒക്കെ നോക്കി എന്ത് രസമാണ്. അറ്റത്ത് വ്യൂ ഉണ്ട്. ഓ അടിപൊളിയാണ് വ്യൂ. ഇത് എൻട്രൻസ് വഴി വരുന്നതല്ല, ഇത് അപ്പുറത്ത് കൂടെ ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അതിലേ വഴിയുണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ഇതിലെയാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നേ. ഒന്നാ സൗണ്ട് ഉണ്ടല്ലേ. അങ്ങനെ എക്കോ പോയിന്റിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ മെയിൻ ടാർഗറ്റ് ആയിട്ടുള്ള വട്ടവടേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു മെയിൻ ചെക്ക് പോസ്റ്റ് കടന്നു പോകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടേക്ക് എഴുതി കൊടുക്കണം കേട്ടോ. അപ്പം അത് കാരണം ഞങ്ങൾ സൈഡാക്കിയിട്ട് അത് എഴുതി കൊടുക്കാൻ വേണ്ടി നിന്നതാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വട്ടവടേക്ക് പോണ ഈ റൂട്ടില്ലേ അടിപൊളിയായിരുന്നു കേട്ടോ. വീഡിയോസിലും റീൽസിലും കാണുമ്പോൾ ഈ ഒരു സ്ഥലത്തിനെ നമ്മൾ അത്ര അധികം ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് ഈ ഒരു സ്ഥലത്തിന്റെ ഭംഗി എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ചെക്ക് പോസ്റ്റിന്റെ അവിടെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി നിന്നപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ സൈഡിലൊന്നും ഇറങ്ങി നിന്ന് ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല എന്നുള്ളത്. ഇതുപോലൊന്നല്ല, ഈ റൂട്ടിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് സൂപ്പറായി കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർ പറഞ്ഞ പോലെ നമ്മൾ ഇറങ്ങി നിൽക്കാനൊന്നും നിന്നില്ല. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം വന്യജീവികളുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. കുറെ അങ്ങോട്ട് ഉള്ളിലോട്ട് പോയപ്പോൾ കാടിന് തീ പിടിച്ചതാണോ എന്നുള്ളത് അറിയില്ല. കുറച്ചങ്ങോട്ട് മരങ്ങളും അതിന്റെ അടുത്തുള്ള ചെടികളൊക്കെ ഇങ്ങനെ കരിഞ്ഞ പോലെ ഫീൽ ചെയ്തിട്ടോ. ശരിക്കും നമ്മൾ കാട്ടുതീയൊക്കെ വരില്ലേ, അപ്പം ഉണ്ടാവുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മെയിൻ എൻട്രൻസ് ആയിട്ടുള്ള വട്ടവടയിലേക്ക് കയറാണ്. ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനൊക്കെ ഒരുപാട് റിസോർട്ടും അതുപോലെ ഹോം സ്റ്റേയും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നമുക്ക് വേർത്താവുന്നത് ജംഗിൾ റിസോർട്ട്സ് എടുക്കുന്നതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാടിനുള്ളിലെ കാഴ്ചകളും പിന്നെ മൃഗങ്ങളെ ഒക്കെ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് മാത്രമല്ല ട്രെക്കിംഗ് പോലുള്ള കുറെ ആക്ടിവിറ്റീസുകളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യും. ഇതൊക്കെയാണല്ലോ നമുക്ക് കൂടുതലായിട്ട് വേർത്താവുന്ന കാര്യങ്ങൾ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ ടൈം അവിടുത്തെ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റേ ചെയ്തിട്ട് കാണാൻ മാത്രമുള്ള കാര്യങ്ങൾ അവിടെ ഇല്ല എന്നുള്ളത് മനസ്സിലായി. മെയിൻ ആയിട്ട് കൃഷിയായിരുന്നു കേട്ടോ. അതെന്ന് പറയുമ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന താല്പര്യം കൂടി കുറഞ്ഞു പോയി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഞങ്ങൾ ഈ ഒരു കൃഷിയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇതല്ലാതെയും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അവിടെ. വാട്ടർഫോള് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കാണാനായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ മെയിൻ ആയിട്ട് പോയത് അതുകൊണ്ടായതുകൊണ്ട് അവിടെ സ്റ്റേ ചെയ്യാണ്ട് തിരിച്ചു പോന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് കണ്ട കാഴ്ചകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് തോന്നിയത് ദാ ഈ കാണുന്ന കാഴ്ചയാണ്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു ബിൽഡിങ്സും ഒക്കെ എന്ത് രസത്തിലാണല്ലേ അറേഞ്ച് ചെയ്ത് നിൽക്കുന്നത്. തിരിച്ചു പോരുന്ന സമയത്ത് റോഡ് സൈഡിൽ നിൽക്കുന്ന 2 കാട്ടുപോത്തിനെയും കൂടി ഞങ്ങൾക്ക് കാണാൻ പറ്റിട്ടോ. ശരിക്കും ഈ ഒരു വട്ടവടയിലേക്ക് നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിന്റെ ഒക്കെ സീസൺ ടൈമിൽ വരണം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൊണ്ടും വേർത്തായിരിക്കും. ആ ഒരു ടൈമിൽ വരുമ്പോൾ ആകെയുള്ള നെഗറ്റീവ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും. അങ്ങനെ
നമ്മൾ അവിടുന്ന് പോന്നിട്ട് നേരെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു ദിവസം ഭയങ്കര കളറാക്കി തന്നത് ഈ ഒരു ടോപ്പ് സ്റ്റേഷനാണ് കേട്ടോ. എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് കുറച്ചും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ടോപ്പ് സ്റ്റേഷൻ എത്തുന്നതിനെക്കാട്ടി മുന്നേ നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. ഈ നടക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഫുള്ള് നമ്മൾ ഷോപ്പിംഗ് ഏരിയ ആണ് കേട്ടോ. കാണുമ്പോൾ കുഞ്ഞി കുഞ്ഞി ഷോപ്പുകളാണെന്നുണ്ടെങ്കിലും എല്ലാവിധ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. കുഞ്ഞി മക്കളൊക്കെ ആയിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടുന്ന് നീങ്ങാൻ പോലും പിള്ളേർ സമ്മതിക്കൂല കേട്ടോ. അത്രയധികം നല്ല ഭംഗിയായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളായിരുന്നു അവിടെ ഇരുന്നിരുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ നടത്തവും ആസ്വദിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കയറിയിട്ടോ ടോപ്പ് സ്റ്റേഷനിലേക്ക്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കാണുന്ന ഓരോ കാഴ്ചകളും ഇല്ലേ, നമ്മളിങ്ങനെ ഫോണിൽ കാണുന്നതിനെക്കാട്ടൊക്കെ ഏറ്റവും ബെറ്റർ നമ്മൾ അവിടെ ചെന്ന് കാണുക എന്നുള്ളതാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും രസമാണ് കേട്ടോ ഓരോ ഭാഗങ്ങളും കാണാനായിട്ട്. ഈ കാണുന്നതൊക്കെ ഫുള്ള് മലകളും കുന്നുകളൊക്കെ ആണ് കേട്ടോ. പക്ഷേ ഫോഗ് വന്ന് നിറഞ്ഞിട്ട് നമുക്കിതൊന്നും കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സമയം കണ്ടിട്ട് നട്ടുച്ച 2:30 1 മണി ഒക്കെ ആയിട്ട് തോന്നുമെങ്കിലും സമയം 6-6:30 മണിയാണ് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ആ നിപ്പ് അങ്ങനെ നിൽക്കും, സമയം പോണതേ അറിയണ്ടാവില്ല. അങ്ങനെ ഇവിടുന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ടോ. മൂന്നാർ സെൻട്രലാണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതും ഭയങ്കര അഫോർഡബിൾ പ്രൈസിനാണ് കേട്ടോ ഞങ്ങൾക്ക് റൂമും കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂമും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ നൈറ്റത്തെ ഫുഡ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊറോട്ടയും അതുപോലെ ചില്ലി ചിക്കൻ ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില്ലി ചിക്കൻ നോക്കണം. ഞാൻ എന്നോട് ചോദിച്ചു ഡ്രൈ വേണോ ഗ്രേവി വേണോ എന്ന്. ഞാനപ്പോൾ ഗ്രേവി വേറെ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ഗ്രേവി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഗ്രേവിയാണ് പറഞ്ഞത്. പക്ഷെ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു, കാരണം ഒരു സെപ്പറേറ്റ് വേറൊരു ഗ്രേവി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ വെക്കും എന്നുള്ളത്. ടേസ്റ്റ് എന്താണെന്നുള്ള അറിയില്ല, അതുകൊണ്ടാണ് അത്ര മതി. ബാക്കി ടേസ്റ്റ് നോക്കിയിട്ട് എടുക്കാമല്ലോ. ഞാനും കുറച്ച് നോക്കിയിരുന്നു. കയ്യിലൊന്നും ഇല്ലല്ലോ. കയ്യിൽ വേണ്ടാണ്ട് തട്ടിക്കോ, കുഴപ്പമില്ലാന്നുണ്ട്. കളർ കണ്ടിട്ടേ കഴിക്കുമ്പോ അറിയാം. ഇവിടുത്തെ ഹോട്ടലിലത്തെ നമ്മൾ താമസിക്കുന്ന റൂമിലുള്ള ചെക്കൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവനുണ്ടാവും ഫുഡ് വാങ്ങിക്കൊണ്ടെന്ന് തന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ മേടിച്ചു തന്നു. എല്ലാവർക്കും മേടിച്ചിട്ടൊന്നും അറിയില്ല, ഞാൻ ചോദിച്ചപ്പോൾ മേടിച്ചു തന്നു. അപ്പോൾ അവനാണ് ഫുഡ് എത്തിച്ചു തന്നത്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ച് നോക്കി നോക്കാം. ചൂടുണ്ട്. ഒരു പീസ് വെച്ച് ഇതാണ് വെച്ച് ടേസ്റ്റ് ഉണ്ടല്ലേ. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതല്ല ചില്ലി ചിക്കൻ അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടമില്ല കേട്ടോ, കഴിച്ചു നോക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചോട്ടെ. നമ്മൾ സെക്കൻഡ് ഡേ സ്റ്റേ ചെയ്തതാണ് കേട്ടോ മൂന്നാറിൽ. 403 റൂം നമ്പർ. നമുക്ക് റൂമൊന്ന് കണ്ടോക്കി നോക്കാം. ഇതാണ് നമ്മുടെ റൂമിൻ്റെ വ്യൂ. ഇതിവിടെ ചെറിയൊരു ഷെൽഫ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കതിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. ഇതാണ് ടോയ്ലറ്റ് വരുന്നത്. ചെറിയൊരു ഗ്ലാസ് ഉണ്ട് ഇവിടെ. പിന്നെ ചെറിയൊരു ടേബിൾ വരുന്നുണ്ട്. ഒരു ഗ്ലാസും വെള്ളമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെയറുണ്ട്, അവിടെ ചെറിയൊരു സ്റ്റൂള് പോലെ ഉണ്ട്. പിന്നെ TV ഉണ്ടാവും. പിന്നെ നമുക്ക് 24 hours ഹോട്ട് വാട്ടർ ഉണ്ട്. ഇത്രയാണ് നമുക്ക് ഈ റൂമിൽ ഉള്ളത്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ.